ദൈവത്തിന്റെ കരങ്ങളിലാണ്. പക്ഷെ അത് സൂക്ഷിക്കുന്നത് മനുഷ്യനാണ്. മദ്യത്തിൽ മുങ്ങുന്ന നാട്, തകരുന്ന കുടുംബങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, നിലവിളിക്കുന്ന അമ്മ പയ്യന്മാർ. കാണുന്നില്ലേ നിങ്ങൾ ഇതൊന്നും? ചാറ്റിങ്ങും എത്ര കുടുംബങ്ങൾ തകരുന്നു. ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തുന്നവർ, ലഹരിയിൽ മുങ്ങിത്താഴ്ന്ന യുവജനങ്ങൾ. കാണുന്നില്ലേ നിങ്ങൾ ഇവയൊന്നും? ഹാനികരം എന്നത് സിനിമയിലും പരസ്യ ബോർഡുകളിലും മാത്രം ഒതുങ്ങുമ്പോൾ ശ്വാസകോശ ക്യാൻസർ ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 15-നും 25-നും ഇടയ്ക്ക് പുകവലിക്കുന്നവരുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയുന്നില്ലേ നിങ്ങൾ ഇവയൊന്നും? ലഹരി നുരയുന്ന DJ പാർട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, കഞ്ചാവും ബ്രൗൺ ഷുഗറും പാൻപരാഗും പുകയില ഉത്പന്നങ്ങളും. നമ്മുടെ നാട് നശിക്കുകയാണ്, നമ്മുടെ മക്കൾ നശിക്കുകയാണ്. കാണുന്നില്ലേ നിങ്ങൾ ഇതൊന്നും? കൂട്ടുകാരെ, നമ്മളിങ്ങനെ പരിവേദന പറഞ്ഞിട്ട് എന്താകാനാ? പ്രിയമുള്ളവരെ, ഭൂമിയിൽ മനുഷ്യജീവിതം ദൈവത്തിന്റെ ദാനമാണ്. ഞാനോ നീയോ ആഗ്രഹിച്ചിട്ടല്ല ഈ ഭൂമിയിൽ ജന്മം ലഭിച്ചത്. നിന്നെ പോലെ നീ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. നിനക്ക് മാത്രം നിറവേറ്റാനുള്ള ജീവിത ദൗത്യം ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ അത് നിറവേറ്റുന്നില്ല എങ്കിൽ ഈ ഭൂമിയുടെ പൂർണ്ണത അത്രമേൽ കുറഞ്ഞു പോകും. ഇത്ര ശ്രേഷ്ഠമായ ജീവിതം മദ്യത്തിനും മയക്കുമരുന്നിനും പുകയിലെ ഉൽപ്പന്നങ്ങൾക്കുമായി നശിപ്പിക്കാതിരിക്കാം. നിന്റെ ജീവിതം നിനക്ക് ലഹരിയാവട്ടെ. ദൈവത്തോടും പ്രപഞ്ചത്തോടും സമൂഹത്തോടും കുടുംബത്തോടുമുള്ള നിന്റെ ഉത്തരവാദിത്തം നിനക്ക് നിറവേറ്റാൻ കഴിയണം. ഇത്രയെങ്കിലും നിങ്ങളോട് പറയാനാ ഞാൻ വന്നത്. അല്ലേ മാഷേ, നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്നും ഉപയോഗിക്കുന്നവരെ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെന്നും പ്രതിജ്ഞ ചെയ്താലോ? നമ്മൾ മാത്രമല്ല, എല്ലാവരും. ഞാനെന്നാവണം, നീ എന്നാവണം, എല്ലാവരും നന്നാവണം. എന്നാൽ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നേ. ഏതൊരു ലഹരി പദാർത്ഥവും നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന സാമൂഹ്യ
വിൽക്കുകയോ മറ്റുള്ളവരെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തി ലഹരി വിരുദ്ധ സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കൂട്ടി